ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ചെറിയൊരു സ്വിഫ്റ്റ് കാറിന്റെ റേറ്റ് കൊടുത്തിട്ട് വാങ്ങാൻ സാധിക്കുന്ന ഒരു പ്രീമിയം വാഹനം. അതായത് ഇതൊരു ഹുണ്ടായുടെ വെർണയാണ്. അതൊരു പെട്രോൾ വേരിയന്റ് ആണ്. എസ് വേരിയന്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 മോഡൽ 17 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 3 ആണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള വണ്ടിയാണോ. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വെച്ച് നോക്കുമ്പോഴായാലും നല്ല പ്രൊജക്ടർ ഹെഡ്ലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വൈഡ് ആയിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെഡ് കളർ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. എന്താ പറയുക മോഡിഫൈ ചെയ്യണവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുനടക്കാം കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അലോയ്സ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ള വാഹനമാണ്. അപ്പോൾ വണ്ടിയുടെ സൈഡ് വ്യൂയിലേക്ക് പോവാം. സൈഡ് വ്യൂ നോക്കുമ്പോൾ അതിൽ ഫ്ലൂഡിക് പറഞ്ഞാൽ വന്നുള്ള ഫസ്റ്റ് ഡിസൈനിൽ വെച്ച് നോക്കുമ്പോൾ സൈഡ് വ്യൂവിൽ വലിയ വ്യത്യാസമല്ല. ഫ്രണ്ടും ബാക്കും ഉണ്ട് ചേഞ്ച് വരുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഫ്രണ്ട് വശമാണ് വ്യത്യാസം കൂടുതൽ വരുന്നത്. ഫ്ലൂഡിക്കിൽ ഫസ്റ്റ് ഇറങ്ങിയത് കുറച്ചുകൂടെ ഉരുണ്ടിട്ടുള്ള ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അലോയ്സ് നോക്കുമ്പോൾ സ്റ്റൈലിഷ് അലോയ്സ് ആണ്. അത് നല്ല കൂടിയ ബ്രാൻഡ് അലോയ്സ് ആണോ. നല്ല ടയറും കാര്യങ്ങളൊക്കെ 90% അടുപ്പിച്ച് ടയർ ഉണ്ട്. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയർ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ബീജ് കോമ്പിനേഷനുള്ള ഇന്റീരിയർ ആണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഇന്റീരിയർ കൂടുതൽ കാണിച്ചു തരാം കേട്ടോ. വണ്ടിയിൽ കയറാനായാലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ഹൈറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ സ്റ്റിയറിംഗ് ആയാലും നമുക്ക് ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മുടെ കൺവീനിയൻസ് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ഫോട്ടോ വിൻഡോ മിററൊക്കെ ആയാലും ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റിയറിംഗ് നോക്കുമ്പോഴായാലും സ്റ്റിയറിംഗിലായാലും അത്യാവശ്യം കോൾ എടുക്കാനും കട്ട് ചെയ്യാനും അല്ലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ മ്യൂട്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ കമ്പനി ബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. AC വെന്റിന്റെ അവിടെ ഈ ഒരു ഇതൊക്കെ ചെറിയൊരു ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ് കമ്പനി ഇറക്കുന്നത്. അതൊന്നും മാറി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. വേറെ മേജർ ആയിട്ട് ഇന്റീരിയർ ഒന്നും ചെയ്യാനില്ല കേട്ടോ. സീറ്റ് കവറൊക്കെ നല്ല വൃത്തി തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ബാക്കിലേക്ക് പോവാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴേലും ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. രണ്ടുപേർക്ക് നല്ല ഈസി ആയിട്ട് യാത്ര ചെയ്യാം കേട്ടോ. 3 പേർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇരിക്കാൻ പറ്റും. അത്യാവശ്യം 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവ് ആണ്. ഇവിടെ നല്ല സീറ്റിംഗ് ആണ്. നല്ലൊരു കംഫർട്ടബിൾ ആണ്. ഇതിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യണേക്കാൾ കൂടുതൽ ബാക്കിലേക്കാണ് സുഖം. അത്യാവശ്യം നല്ല ഹെഡ് റൂം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീറ്റ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഉള്ളത്. എന്നിട്ടും അത്യാവശ്യം ഇരിക്കാൻ സാധിക്കും കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്ന് യാത്ര ചെയ്യാം. പിന്നെ സെഡാൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ യാത്ര സുഖം എടുത്ത് പറയേണ്ട കാര്യമില്ല. ലോങ് ഒക്കെ പോകാൻ അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ ബാക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് ഫ്ലൂഡിക്കിന്റെ വന്നതിൽ വെച്ചിട്ട് ഈ ടെയിൽ ലൈറ്റിൽ മാത്രമുള്ള ഡിസൈനിന്റെ വ്യത്യാസമുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും വെച്ച് നോക്കുമ്പോൾ വേറെ ചേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഷേപ്പ് ഒക്കെ കറക്റ്റ് തന്നെയാണ്. മേജർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലാണ് വരുന്നത്. അതിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് റിമോട്ടിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിന്റെ മാറ്റോടെ ഇല്ല. അത് മാത്രമാണ് അപാകതയായിട്ടുള്ളൂ. വാഹനത്തിന്റെ ഈ സൈഡ് നോക്കുമ്പോഴായാലും നല്ല നീറ്റായിട്ട് തന്നെയുള്ള ചെറിയ ടച്ച് ആൻഡ് പോളിഷുകൾ വെച്ച് കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നും ഇല്ല കേട്ടോ. സിൽവർ ഇൻസേർട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല ഡോർ ഹാൻഡിലൊക്കെ എല്ലാവരും സിൽവർ ഇൻസേർട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. റെഡിൽ ബ്ലാക്കും അതുപോലെ തന്നെ സിൽവറൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ മിററിനൊക്കെ ആയാലും ബോഡി കളറിന് വേണ്ടിയിട്ട് സ്റ്റിക്കർ വർക്കാണ്. നമുക്ക് മാറ്റി വേണമെങ്കിൽ ബോഡി കളർ തന്നെ ആക്കാം. അതുപോലെ ഇപ്പോൾ നീറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയുണ്ട് സൈഡിൽ നിന്ന് വരുന്നതായാലും. അപ്പോൾ ഈ വാഹനത്തിന് എഞ്ചിൻ റൂം കാണിച്ചു തരാം. ബോണറ്റൊക്കെ നല്ല വെയിറ്റ് ഉള്ള ബോണറ്റ് തന്നെയാണ് വരുന്നത്. തീരെ ലോ ക്വാളിറ്റി അല്ല. ഹുണ്ടായുടെ വണ്ടികൾക്കൊക്കെ ആവറേജ് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ ഹുണ്ടായുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വലിയ മേജർ മെയിൻ്റെനൻസ് കോസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയൊരു ബാറ്ററിയാണ് വരുന്നുള്ളൂ. പെട്രോൾ എഞ്ചിൻ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റീപ്ലേസ്മെന്റ് സമയത്തായാലും വലിയ പൈസ ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം. വലിയ അബ്രോണോ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ മൈലേജ് വൈസ് നോക്കുമ്പോഴായാലും നമുക്ക് ഭാരിച്ച മൈലേജ് എന്ന് പറയാനായിട്ടില്ല. നമുക്ക് ആവറേജ് ഒരു ഹൈവേയിലൊക്കെ ഒരു 14 വരെ കിട്ടും. നോർമൽ റോഡുകളിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു 12 അടുപ്പിച്ചുള്ള മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. അത്രയും വലിപ്പമുള്ളൊരു പെട്രോൾ വാഹനം ആയതുകൊണ്ട് തന്നെ. പിന്നെ മെയിൻ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിഫ്റ്റിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് ഈ വാഹനത്തിന് വരുന്നുള്ളൂ. ഓവർ പൈസ ചിലവാക്കേണ്ടതില്ല. ഡീസൽ പോലെ നമുക്ക് ഒത്തിരി പൈസ സർവീസിനായിട്ട് മാറ്റി വെക്കേണ്ട കേട്ടോ. പിന്നെ ഒരു മാസം ഇപ്പോൾ ഓടിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് ഒന്നും വരാനില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കൊണ്ടു നടക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ വെർണ ഓടിച്ചുകൊണ്ടിരിക്കട്ടോ. വണ്ടി വളരെ സ്മൂത്ത് ആണ്. വേറെ എഞ്ചിൻ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉള്ളിലേക്കില്ല കേട്ടോ. നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ്. അതുപോലെ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും കേട്ടോ. അല്ല അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോൾ എടുക്കാനും കട്ട് ചെയ്യാനും അതുപോലെ റീപ്ലേ വോളിയം കുറയ്ക്കാൻ കൂട്ടാൻ അങ്ങനെയുള്ള ബേസിക് ഫംഗ്ഷൻസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ വണ്ടി ഓടിക്കാനായാലും പക്ക നീറ്റാണ് വണ്ടി. എന്താ പറയുക, ആ ഒരു ലാൻസറിന്റെ ഒക്കെ ആ ഒരു പെർഫെക്ഷനിൽ തന്നെയാണ് വണ്ടി പോണേ. നല്ല ഒഴുക്കുള്ള ഫീലാണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെയിൻ്റെനൻസ് വരുന്നില്ല കേട്ടോ. നല്ലൊരു സ്മൂത്ത് ഡ്രൈവാണ്. നമുക്കിപ്പോൾ എന്താ പറയുക, അത്യാവശ്യം ഫാമിലി യൂസിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെർണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ചെറിയൊരു സ്വിഫ്റ്റിന് റേറ്റ് കൊടുത്ത് മാക്സിമം വലിപ്പമുള്ള ഒരു പ്രീമിയം കാറും നമുക്ക് സ്വന്തമാക്കി ഓടിക്കാം കേട്ടോ. അപ്പോൾ ഈ വാഹനം കൊടുക്കാനുള്ള വാഹനമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.